എന്താ ഭയന്ന് വിറച്ചിരിക്കുന്നു. കാരണം ജനങ്ങൾ അതാണ് ശ്രീ എതിരായിരിക്കുന്നു. എൻ ശ്രീകുമാർ, അത്തരത്തിലേക്കൊരു ഭയന്ന് വിറയ്ക്കൽ ഉണ്ടാകുന്നുണ്ടോ കോൺഗ്രസിൽ? ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഷോക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ എന്നൊരു നേതാവ് അപ്രസക്തയായിരിക്കാം, കാരണം അവർക്ക് അത്രയൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആരാണവർ എന്നുള്ളത് തന്നെയാണല്ലോ അവരുടെ എല്ലാ കാലത്തെയും പ്രസക്തി. കെ കരുണാകരൻ എന്ന ഏറ്റവും മുതിർന്ന, അത് ദേശീയ തലത്തിൽ പോലും ഭീഷ്മാചാര്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന തരത്തിലേക്ക് വളർന്ന നേതാവിൻ്റെ മകൾ പോകുന്നുവെന്ന് പറയുമ്പോൾ അത് തന്നെയാണല്ലോ അതിൻ്റെ പ്രസക്തി. ഒരു ഷോക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ. ശ്രീമതി അനുജ, ഇതിൽ നമ്മൾ 3-4 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, ശ്രീമതി പത്മജ വേണുഗോപാല് പോയത് കൊണ്ട് കെ കരുണാകരന്റെ മകൾ പത്മജ പോയി, കെ ആന്റണിയുടെ മകൻ അനിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വാർത്താ പ്രാധാന്യമാണ്. അത് ആ രീതിയിൽ അവർ ഉപയോഗിക്കുകയും ചെയ്യും. ആന്റണിയുടെ മകൻ പോയപ്പോൾ കേന്ദ്ര നേതാക്കൾ പറഞ്ഞത് മിസ്റ്റർ ആന്റണി ഫ്രം കേരള എന്നാണ് പറഞ്ഞത്, അനിൽ എന്ന് പറഞ്ഞില്ല. അപ്പൊ അതുപോലൊക്കെ അവർ ചെയ്യട്ടെ, കുഴപ്പമില്ല. ഇതിലിപ്പോ എന്താ വെച്ചാൽ പത്മജ വേണുഗോപാൽ എന്തുകൊണ്ട് അസ്വസ്ഥയായി എന്നുള്ള ചോദ്യമുണ്ട്. അവർ പോകുന്നത് രാഷ്ട്രീയ കാരണത്താലല്ല. എന്താണ് കാരണം എന്ന് അവർ പറയണം. ഈ ഞായറാഴ്ച എന്ന് വെച്ചാൽ ഇന്ന് വ്യാഴാഴ്ച ആയിട്ടുള്ളൂ. ഞായറാഴ്ച TN പ്രതാപൻ MP യെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് തൃശ്ശൂർ അയ്യന്തോളിൽ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ച ആളാണ് പത്മജ. അതിന് മുമ്പ് അവർ ശ്രീ VD സതീശന്റെ യാത്രയിൽ അദ്ദേഹത്തിനോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ അവര് 2-3 മാസമായിട്ടൊന്നും ചർച്ചയൊന്നും നടക്കുന്നില്ല. അല്ല, ഇന്നലെ പോലും ഇത്തരം വാർത്തകൾ പ്രചരിച്ചപ്പോൾ അതെല്ലാം തള്ളിക്കൊണ്ട് രംഗത്ത് വന്ന ആൾ കൂടിയാണ് പത്മജ. അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇന്നലെ രാവിലെ ഒരു വാർത്ത വന്നു, ഇങ്ങനെ ഒരു പ്രചാരമുണ്ട്, പത്മജ BJP-യിലേക്ക് പോകുന്നു. അതൊരു ചാനൽ അത് വാർത്തയാക്കി. ആ വാർത്തയാക്കിയപ്പോൾ പത്മജ ഒരുപാട് പേര് വിളിച്ചു, ഞാനും വിളിച്ചു. പക്ഷെ പത്മജ ഫോൺ എടുത്തില്ല, അവര് എൻഗേജിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം അവർ ഫേസ്ബുക്ക് കുറിപ്പിട്ടു. ഒരു രാഷ്ട്രീയ കാരണത്താലാണ് BJP പോകുന്നതെങ്കിൽ എന്തിനാണ് ഫേസ്ബുക്ക് കുറിപ്പിട്ടത് അവര്, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്? പിന്നെ എന്തിനാണ് അത് വൈകിട്ട് മാറ്റിയത്? അപ്പോൾ രാഷ്ട്രീയ കാരണമല്ലെന്ന് വ്യക്തമാകുന്നു. പിന്നെ എന്താണെന്നുള്ളത് അവർ തന്നെ പറയട്ടെ. കാരണം പത്മജ പോയ പാർട്ടി ഏതാണ്? BJP എന്ന് പറയുന്ന കേരളത്തിൽ സ്വാധീനമുണ്ടോ? ഇല്ല. കേന്ദ്രം ഭരിക്കുന്ന BJP-യിൽ എന്തുകൊണ്ട് പോയി എന്നുള്ളത് അവർ ഉത്തരം പറയട്ടെ. പിന്നെ കേരളത്തിലെ CPM-ൽ സന്തോഷം ഉണ്ടാവുന്ന കാര്യം എന്താണ്? സന്തോഷം, വടകര അവരുടെ പ്രസ്റ്റീജ് സീറ്റാണ്, CPM-ന്റെ അഭിമാനമാണ്. അവിടെ അവർക്ക് ജയിക്കണം. അവിടെ ആരാ സ്ഥാനാർത്ഥി? പത്മജയുടെ സഹോദരൻ മുരളീധരനെ തോൽപ്പിക്കാനായിട്ട് അറിഞ്ഞോ അറിയാതെയോ പത്മജ CPM-ന്റെ ഒരു കരുവായോ? സംശയിക്കേണ്ടതുണ്ട്. ഈ പത്മജ CPM നേതാക്കളുമായിട്ട് വളരെ ബന്ധമുള്ള ആളാണ് പത്മജ ഇന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, LDF-ഉമായിട്ട് എൻ്റെ അച്ഛന് വലിയ ബന്ധമുണ്ടായിരുന്നു, അദ്ദേഹം കൈ കൊടുത്ത ആളാണെന്ന്. തീർച്ചയായിട്ടും വടകര എന്നത് ആലോചിക്കുക. KK രമ, TP ചന്ദ്രശേഖരൻ, കോടതി വിധി ഒക്കെ ഉള്ള വടകരയിൽ KK ശൈലജ മത്സരിപ്പിക്കുന്നത്. അവിടെ മുരളീധരൻ താങ്കൾ പറഞ്ഞു വരുന്നത് വടകരയിൽ സ്വന്തം സഹോദരൻ തോൽക്കട്ടെ എന്നുള്ള ഉദ്ദേശ്യത്തോടു കൂടി പത്മജ വേണുഗോപാൽ നടത്തിയിരിക്കുന്ന ഒരു നീക്കമാണിത് എന്ന തരത്തിലേക്കാണ് താങ്കൾ അതിനെ കാണുന്നത്? എന്ന തരത്തിലേക്ക് നിങ്ങൾ വ്യാഖ്യാനിച്ചല്ലോ. പക്ഷെ ഈ സമയത്ത് എന്തിനു മാറി? ഞായറാഴ്ച വരെ TN പ്രതാപന്റെ കോൺഗ്രസ് തൃശ്ശൂരിലത്തെ TN പ്രതാപന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്നേഹ സന്ദേശ യാത്രയിൽ പത്മജ വേണുഗോപാൽ, TN പ്രതാപൻ, തേറമ്പിൽ രാമകൃഷ്ണൻ, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, ഇത്രയും പേരാ പങ്കെടുത്തത്. കോൺഗ്രസിനെ ജയിപ്പിക്കണം, പ്രതാപനെ ജയിപ്പിക്കണം, നമ്മൾ പരസ്പരം കാലുവാരരുത് എന്നൊക്കെ പ്രസംഗിച്ച ആളാണ് പത്മജ അവിടെ. ആ പത്മജ ഇന്നലെ എന്തിന് ഫേസ്ബുക്ക് ഇട്ടു? ഞാൻ പോകുന്നില്ല, ശുദ്ധ അസംബന്ധം എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഞാൻ തമാശ പറഞ്ഞു. ആ തമാശ പറഞ്ഞ് എന്ന് പറയാൻ കാരണം എന്താണ്? പിന്നെ എന്തിനാണ് വൈകിട്ട് മാറ്റിയത്? അങ്ങനെയാണെങ്കിൽ ആ ഫേസ്ബുക്ക് എന്തിന് ഉച്ചയ്ക്ക് ഇട്ടു? അപ്പൊ അതിൽ ഒരുപാട് കാരണങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയമല്ല. അത് പത്മജയാണ് പറയേണ്ടത്. പിന്നെ ഇന്ന് പത്മജ ഇത്രയും നേരം ആയല്ലോ, ആരാണ് പത്മജ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു നേതാവ് രംഗത്ത് വന്നോ? ഇല്ലല്ലോ. ഡോക്ടർ വേണുഗോപാൽ, അവരുടെ ഭർത്താവ് ഒഴിച്ച് രംഗത്ത് വന്ന വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പത്മജ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് വാർത്തയാക്കാം, പരിഹസിക്കാം, കോൺഗ്രസ്സുകാരെല്ലാം പോകുന്നൊക്കെ പരിഹസിക്കാം. പക്ഷെ ഒരു കാര്യം ആലോചിച്ചോളൂ, കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു MLA-യോ ഒരു MP-യോ BJP എന്നല്ല ഒരു പാർട്ടിയിലും പോയിട്ടില്ല. അപ്പുറത്തും പോയിട്ടുണ്ടല്ലോ. അണികൾക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന പ്രശ്നം പോലും ഇല്ല എന്നാണോ? അതായത് കെ കരുണാകരന്റെ മകൾ പോയിരിക്കുന്നു, AK ആന്റണിയുടെ മകൻ പോകുന്നു, അപ്പോൾ ഇതെന്താണ് എന്നൊരു ആശയക്കുഴപ്പം പോലും അണികൾക്കുണ്ടാകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കരുണാകരന്റെ മകൾ എന്ന നിലയ്ക്കാണ് പരിഗണിച്ചിരുന്നത് വരെ. കാരണം കരുണാകരന്റെ മകൾക്ക് എല്ലാം കൊടുത്തു, ഒന്നും കിട്ടാനില്ല. ഇനി നിങ്ങൾ ചോദിക്കും തൃശ്ശൂർ DCC പ്രസിഡന്റ് സ്ഥാനം കൊടുത്തോ എന്ന് ചോദിക്കും. അത് ഞാൻ പറയാം. ഒരു DCC പ്രസിഡന്റ് ഇല്ലാത്ത ഘട്ടത്തിൽ 2 പേര്
ആ ചുമതല രണ്ട് KPC അന്ന് ജനറൽ സെക്രട്ടറിയാ പത്മജ, വൈസ് അല്ല, പ്രസിഡന്റ്. ഇപ്പൊ അതിനൊക്കെ ആ ഒരു രണ്ടുപേര് മറുപടി ഉണ്ട് ശ്രീ എൻ ഒരു ശ്രീകുമാർ. ഇപ്പോൾ എല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് എന്നവർ ഒരു മാധ്യമത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ കഴിയാവുന്നത്ര തന്നെ ഇടിച്ചു താഴ്ത്താവുന്നതെല്ലാം ചെയ്തിട്ടാണ് തനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ പോലും തന്നത്. വൈസ് പ്രസിഡന്റ്, KPCC വൈസ് പ്രസിഡന്റ് ആയിരിക്കെ ആ സ്ഥാനത്ത് നിന്ന് താഴ്ത്തി എക്സിക്യൂട്ടീവിലേക്ക് മാറ്റി. അതുപോലെ തനിക്ക് സീറ്റ് തന്നു എന്ന് പറയുന്ന സമയത്തെല്ലാം ശക്തമായ ഇടത് തരംഗം ഉണ്ടായിരുന്ന സമയത്താണ് സീറ്റ് തന്നത്. ഇനി കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നത് കൃത്യമായി തന്നെ പാർട്ടിയോട് പറഞ്ഞു, പേരടക്കം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പദവി, അതിൽ പ്രത്യേകിച്ച് ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ദയവ് ചെയ്ത് അദ്ദേഹത്തിനെങ്കിലും ഒരു പദവിയും നൽകരുത് എന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ അതുപോലും കേൾക്കാതെ ആ ആൾക്ക് ആദ്യം പദവി കൊണ്ട് കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അല്ലാതെ പത്മജ വെറുതെ പറയുക. കാരണം പത്മജ മൂന്നവരത്താ മത്സരിച്ചത് ലോക്സഭയിലേക്ക്. അതെ, അത് കെ അന്ന് കരുണാകരന്റെ ശക്തമായ തട്ടകമാണെന്ന് നമുക്കറിയാം. അല്ല, അതെ, അവിടെ 1.5 ലക്ഷം വോട്ടിന് തോറ്റു. 1.5 ലക്ഷം വോട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അത് കോൺഗ്രസ്സുകാർക്ക് കാല് വരാൻ പറ്റുമോ? ജാക്കപ്പെട്ട തൃശ്ശൂര് തേറമ്പിൽ രാമകൃഷ്ണൻ 1/4 നൂറ്റാണ്ട് ജയിച്ചു വന്ന മണ്ഡല. ആദ്യം പത്മജ മത്സരിച്ചു, പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ മത്സരിച്ചു, പരാജയപ്പെട്ടു. ഈ കോൺഗ്രസ്സുകാര് പത്മജ ഒരു കാര്യം പത്മജ മനസ്സിലാക്കണം. എന്റെ അടുത്ത സുഹൃത്താ പത്മജ, പറയുന്നതിൽ വിഷമമുണ്ട്. ഈ കോൺഗ്രസ് പ്രവർത്തകര് വിയർപ്പൊഴുക്കി പത്മജയ്ക്ക് വേണ്ടി നടന്നതാണ്. 24 ചാനലിൽ 2 മാസം മുമ്പ് കോടതി, ഹാഷ്മി അവതരിപ്പിച്ച കോടതിയിൽ പത്മജ ഉണ്ടായിരുന്നു. അന്ന് പത്മജ പറഞ്ഞു, എന്നെ നിർത്തുന്നതും കോൺഗ്രസ്, തോൽപ്പിക്കുന്നതും കോൺഗ്രസ് എന്ന്. അന്ന് അത് കഴിഞ്ഞാൽ പത്മജയോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പൊ പത്മജ എന്നോട് പറഞ്ഞത്, ഞാൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്നാണ്. അപ്പൊ അവർക്ക് അസ്വസ്ഥതയുണ്ട് കോൺഗ്രസ്സിൽ. എന്താണെന്നുള്ളത് അവർക്ക് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. കാരണം കോൺഗ്രസ് കുറെ കാലമായിട്ട് പത്മജ കോൺഗ്രസ്സിലുണ്ട്. പക്ഷെ പത്മജയ്ക്ക് വല്ലാത്തൊരു സ്വീകാര്യത, ഒരു ബഹുമാനം ഒന്നും കൊടുക്കാറില്ല. കാരണം വേറൊന്നുമല്ല, അവർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് കിട്ടാത്തതൊന്നുമില്ല. ഈ അടുത്ത കാലത്തെ 2 ആഴ്ച മുമ്പാണ് കാര്യം ഞാൻ പറയാം. ഇവിടെ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളുടെ പുനഃസംഘടന വന്നു. പത്മജ ആവശ്യപ്പെട്ട എല്ലാവരെയും ആ സ്ഥാനത്ത് അവരോധിച്ചു. അന്ന് ഈ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. സുധാകരൻ പറഞ്ഞു, ലീഡറുടെ മോളിലെ കൊടുക്കാം. എതിർപ്പിനെ അവഗണിച്ചാ കൊടുത്തത്. ഈ തൃശ്ശൂരിലത്തെ പല മണ്ഡലങ്ങളിലും അവർ ആവശ്യപ്പെട്ട കൊടുത്തു. എന്തിനാ കൊടുത്തത്? ലീഡറുടെ മകളല്ലേ. എന്താണ് പത്മജ പറയുന്നല്ലോ, പത്മജ ഇന്ന് പറയുന്നത് എന്താണ്? എന്നെ കോൺഗ്രസ് അവഗണിച്ചു. എന്താണ് അവഗണന എന്ന് പറയാൻ പത്മജയ്ക്ക് പറ്റില്ല. പത്മജയ്ക്ക് എന്നല്ല, ആർക്കും പറ്റില്ല. നോക്കൂ, നിങ്ങള് മുരളീധരൻ ഇന്നത്തെ പ്രസ്താവന ഉണ്ടല്ലോ, ആ പ്രസ്താവന മാത്രം മതി പത്മജയെ കുറിച്ച് പറയാം. വേറൊരു കോൺഗ്രസ് നേതാക്കൾ പറയരുത്. കാരണം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ അബദ്ധമായി മാറും. മുരളീധരൻ പറഞ്ഞതാണ് അത് പൂർണ്ണമായിട്ട് അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പത്മജ കഴിഞ്ഞ 2 ദിവസം, ഇപ്പൊ ഇന്നലെയാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. പത്മജ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കളായിട്ട് പത്മജ സംസാരിക്കണമായിരുന്നു. ഞായറാഴ്ച കോൺഗ്രസ് വേദിയിൽ പങ്കെടുത്ത പത്മജ ബുധനാഴ്ച എങ്ങനെയാ പോകുന്നത്? അതെല്ലാം ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അനുജയ്ക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? പാർട്ടി പ്രശ്നം ഉണ്ടെങ്കിൽ ഞായറാഴ്ച വരുമോ? ഇല്ലല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ കാരണമല്ല, 100% ഞാൻ പറയുന്നു. പിന്നെ ഈ മുരളീധരന്റെ ഉൾപ്പെടെ ഞാൻ പറയാം, CPM-ന് പത്മജ പോയത് കൊണ്ട് കോൺഗ്രസിൽ നിന്ന് വോട്ടുകളോ ജനങ്ങളുടെ വോട്ടുകളോ ഒന്നും പോയില്ല. കാരണം പത്മജയ്ക്ക് ഒരു ദോഷമുണ്ട്. എനിക്ക് പറയാൻ വിഷമമുണ്ട്. എനിക്ക് അത്രയും അടുത്ത സുഹൃത്താണ് പത്മജ. കാരണം പത്മജയ്ക്ക് പാർട്ടിയിലെ വലിയ സ്വീകാര്യത കിട്ടിയിരുന്നു പത്മജയ്ക്ക്. പക്ഷെ ജനങ്ങൾ പത്മജയെ ഒരു കാലത്തും അവരുടെ നേതാവായിട്ടോ പ്രതിനിധിയായിട്ടോ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതെന്താ കാരണം എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാരണം പത്മജ അത്രയും പെരുമാറാൻ വളരെ സ്വീകാര്യതയായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. അവരെ പെരുമാറ്റം സൗഹൃദപരമാണ്, സ്നേഹസമ്പന്നയാണ്, ഒക്കെ ശരിയാ. പക്ഷെ ജനങ്ങള് രാഷ്ട്രീയമായിട്ട് അവരെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് പത്മജയുടെ കാര്യം മാത്രമല്ല. ഇതിൽ ശ്രീകുമാർ, ഞാൻ ഒരു കാര്യം ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനു മുൻപ് അനിൽ ആന്റണി പാർട്ടി വിട്ടുപോയ സമയത്ത് അവർ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതി. അവർ ഒരു സാമാന്യം വലിയൊരു ഫേസ്ബുക്ക് കുറിപ്പാണ്. അതിൽ കെ കരുണാകരൻ്റെയും ആന്റണിയുടെയും മക്കളായാലും അവർ ജനിച്ചതും വിശ്വസിക്കുന്നതുമെല്ലാം കാണുന്നതുമൊക്കെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ്, കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ കണ്ടതെല്ലാം അതാണ് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ അവർ പറയുന്ന ഒരു കാര്യം, ഒരു കുടുംബമാകുമ്പോൾ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം നിസ്സാരമായി കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. വിഷമങ്ങൾ പലർക്കുമുണ്ട്, അതൊക്കെ പറഞ്ഞു തീർത്ത് എല്ലാവരും ഒരുമിച്ച് പോയാൽ മാത്രമേ ഈ പ്രസ്ഥാനം രക്ഷപ്പെടൂ. അനിൽ ആന്റണി പോയതിൽ വിഷമമുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നേതൃത്വം മുൻകൈയെടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അന്ന് അവർ അവസാനിപ്പിച്ചിട്ടുള്ളത്. അതായത് അതിലൊരു സൂചനയുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലേക്കുള്ള പിണക്കങ്ങളും ഇണക്കങ്ങളും കഴിഞ്ഞ് എത്രയോ നാളുകളായി നേതൃത്വത്തെ ധരിപ്പിക്കുകയും ചില കാര്യങ്ങൾ അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടും നേതൃത്വം അതിന് ഘടകവിരുദ്ധമായി, താൻ പറഞ്ഞത് എന്തോ അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്നിപ്പോൾ പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് പറയുന്നത്. നോക്കൂ അനുജ, നിങ്ങളെ കാര്യം ആലോചിക്കുക. പത്മജ ഒരുപാട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതാണ്.
ഇപ്പോഴൊന്നും അല്ല, 2, 3, 4 വർഷം മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ട്, എന്റെ അച്ഛനെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛനെ പിന്നിൽ നിന്ന് കുത്തി, അതുപോലെ തന്നെ എന്നെ മത്സരത്തിൽ കാലുവാരിയിട്ടുണ്ട്, അതുപോലെ തന്നെ കെ കരുണാകരന്റെ കുടുംബത്തോട് അവഹേളനപരമായ നടപടി ചില കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നുണ്ട്. ഇതൊക്കെ എക്കാലത്ത് അവർ പറയുന്നതാണ്. അപ്പോഴൊക്കെയാണ് അവർ ഈ സ്ഥാനങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2 വർഷമല്ലേ ആയിട്ടുള്ളൂ. 2021 അതിനു മുമ്പ് അവർക്ക് അസംബ്ലി വീണ്ടും കൊടുത്തില്ലേ? രണ്ട് തവണ അസംബ്ലി തൃശ്ശൂരാ കൊടുത്തത്. കൊടുങ്ങല്ലൂരോ അല്ലെങ്കിൽ മണലൂരോ ഗുരുവായൂരോ അല്ല, തൃശ്ശൂരാ കൊടുത്തത്, മുകുന്ദപുരോ കൊടുത്തത്. ഇനി എന്താണ് KTDC ചെയർപേഴ്സൺ, KPCC സ്ഥാനങ്ങൾ, AICC സ്ഥാനങ്ങൾ, രാഷ്ട്രീയകാര്യ സമിതി സ്ഥാനങ്ങൾ, പിന്നെ എന്താണ് പത്മജയെ സംബന്ധിച്ചിടത്തോളം? പത്മജയുടെ ഈ രാഷ്ട്രീയമായ മോഹങ്ങള് പത്മജയ്ക്ക് വളരെ കൂടുതലാണ്. അതെനിക്ക് തോന്നുന്ന ലീഡറെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. പത്മജ ചോദിക്കുന്നതൊക്കെ കൊടുത്തിരുന്നു. AK ആന്റണി ഒരു ഘട്ടത്തിൽ മുരളീധരന്റെ കാര്യത്തിൽ ഇടപെട്ട പോലെ പത്മജയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ മുരളീധരനും പത്മജയും തമ്മിലുള്ള ചില സഹോദര ബന്ധത്തിൽ എന്തെങ്കിലും അവർ തമ്മിൽ, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിലൊന്നും പാർട്ടി ഇടപെടാറില്ല. പാർട്ടി ഇടപെട്ടിട്ടുള്ള കാര്യം ഇപ്പൊ കെ കരുണാകരന്റെ സ്മാരകം ഇല്ലെന്ന് പറയുന്നത്. കെ കരുണാകരൻ സപ്തതി സ്മാരക മന്ദിരമാണ് തൃശ്ശൂരിലുള്ളത്, നമ്മുടെ DCC ഉള്ളത്. കെ കരുണാകരൻ മരിച്ച ശേഷമുള്ള സ്മാരകം പണിയാൻ KPCCയും അതുപോലെ തന്നെ ആ കുടുംബവും തയ്യാറെടുത്തു. അത് മുരളീധരൻ മരണത്തിന് മുൻപ് മരണത്തിന് ശേഷവും തന്റെ പിതാവിനെ പാർട്ടി അപമാനിക്കുന്നു എന്നൊക്കെ ഇന്നിപ്പോൾ അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ സ്മാരകത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് കാത്തിരുന്നു സ്മാരകം വരുമെന്ന് കരുതി. പക്ഷേ അപ്പോൾ അതും ഉണ്ടാകില്ല എന്ന് തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ ശ്രീകുമാർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത് രാഷ്ട്രീയ കാരണങ്ങൾ. ഒരു മിനിറ്റ് ഹഷ്മിയാണ് വിളിച്ചത്, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്. അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ കഴിഞ്ഞ മുരളീധരൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എന്താ പറഞ്ഞത്? ഞാൻ മത്സരരംഗത്ത് ഒഴിവാവുകയാണ്, കാരണം എനിക്ക് കരുണാകരൻ സ്മാരകത്തിനായിട്ട് പ്രയത്നിക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് മുരളിക്ക് പറഞ്ഞിട്ട് ആ മുരളിയല്ലേ ഇത്തവണ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നത്. അപ്പൊ എന്താ പത്മജ എന്തിനാ BJP പോയേ? പത്മജ CPM പോയില്ലല്ലോ. പോയോ? കേരളത്തിൽ BJP ശക്തമാണോ? ഇനി അതൊക്കെ പോട്ടെ, കേരളത്തിലെ BJP ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ശ്രീ റെജി പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ തന്നെ കേരളത്തിലെ BJP കുറിച്ച് പറഞ്ഞ് നമ്മുടെ മുമ്പിലില്ലേ? PC ജോർജ് കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഉണ്ടായ പുകിൽ നമുക്ക് അറിഞ്ഞുകൂടെ? ഇതുപോലെ ഐക്യം തീരെയില്ലാത്ത ഒരു പാർട്ടി BJP, കേരളത്തിൽ ശക്തിയില്ലാത്ത BJP കേന്ദ്ര ഭരിക്കുന്നു എന്ന ഒറ്റക്കാരണത്താൽ BJPയിലേക്ക് പത്മജ പോകുമ്പോൾ പത്മജ മറക്കുന്ന ആരെയാണ്? കരുണാകരനെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളെയൊക്കെ പോട്ടെ, 3 തവണ അവർക്ക് വേണ്ടി പ്രയത്നിച്ച കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ലീഡറുടെ മകൾ എന്നൊരു ഒറ്റ കാരണത്താലാണ് പ്രവർത്തിച്ചത്.